ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാങ്ങച്ചാറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് സാദാ മുളക് പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/4 സ്പൂണ് ഉലുവപ്പൊടിയും പിന്നെ അല്പം കായപ്പൊടിയും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഉപ്പും മുളകും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഇനി നമുക്കിതിലേക്കുള്ള വറവ് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ടൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ, ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് നടുകെ പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടിയും പൊട്ടിച്ചിട്ട് മാങ്ങച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കത് ചെറിയൊരു പാത്രത്തിലേക്കോ കുപ്പികളിലേക്കൊക്കെ ആക്കി വെക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി മാങ്ങച്ചാറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബായ്.